എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നടത്തിയിരിക്കുകയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ 3000-ഉം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നയപ്രഖ്യാപനത്തിലുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ ആണെന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവതരിപ്പിച്ചു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നയപ്രഖ്യാപനത്തിൽ വായിച്ചപ്പോഴും വലിയ പദ്ധതികളാണ് നയപ്രഖ്യാപനത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അവകാശമാക്കി മാറ്റുകയും കോളേജ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായമായി പ്രതിമാസം 1000 രൂപ നൽകുകയും ചെയ്യും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കാനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഓരോ കുടുംബത്തിനും വർഷം തോറും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകാനും സർക്കാർ തീരുമാനിച്ചു. യുവ സംരംഭങ്ങൾക്കായി 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പയും മുതിർന്ന പൗരന്മാർക്ക് ക്ഷേമത്തിനായി രാജ്യത്ത് ആദ്യമായി പ്രത്യേക വകുപ്പും രൂപീകരിക്കും. വികസനവും ജനക്ഷേമവും സമതുലിതമായി കൊണ്ടുപോകുന്നതിനോടൊപ്പം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കി. എക്സൈസ് വകുപ്പിന്റെ സമഗ്ര പരിഷ്കരണത്തിനും ലഹരി നെറ്റ്വർക്കുകളെ ഇല്ലാതാക്കുന്നതിനും സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കുന്നതിനും മലബാർ ടെമ്പിൾ പിൽഗ്രിം പ്രോജക്റ്റ്, ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം, അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവ അവധി, ജോലി സ്ഥലങ്ങളിൽ തുല്യവേതനം നടപ്പിലാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. കൂടാതെ 50-ൽ കൂടുതൽ സ്ത്രീ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഡേ കെയർ സെന്ററുകളും ക്രഷുകളും നിർബന്ധമാക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതുയിടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുന്ന പ്രോജക്റ്റ് മെൻസ്ട്രൽ ഡിഡിറ്റി പ്രഖ്യാപിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസത്തെ ആർത്തവ അവധി അനുവദിക്കും. നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വന്ദേമാതരം ആലപിച്ച് നയപരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുമ്പ് വന്ദേമാതരം ആലപിച്ചു. എന്നാൽ ലോക് ഭവനിൽ നിന്നും മുഴുവൻ വന്ദേമാതരം ആലപിക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു എങ്കിലും അത് ചെയ്തില്ല. വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് പോലീസ് ബാൻഡിൽ വായിച്ചത്. ഇത് സുതാര്യ സർക്കാരാണ് എന്നും അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും ഗവർണർ പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി എത്തിയ ഗവർണറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യ മന്ത്രി സണ്ണി ജോസഫ് എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.